19-ാം നൂറ്റാണ്ടിൻ്റെ ആ സമയത്ത് ഇവിടെ ഈ ദേശത്ത് മുഴുവൻ ദാരിദ്ര്യവും ആയിരുന്നു. ദാരിദ്ര്യം വന്ന ആ സമയത്ത് ഒരു ശുദ്ധനായ ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് കുറച്ചൊരു 3 കിലോമീറ്റർ അകലെ ഒരു ക്ഷേത്രമുണ്ട്, പുന്നയ്ക്കാകുളങ്ങര എന്ന് പറഞ്ഞ ഒരു മഹാവിഷ്ണു ക്ഷേത്രത്തിൽ. പുള്ളി കുബേരഭക്തനായിരുന്നു. പുള്ളി അവിടെ ഭജന ഇരുന്ന് അതിനുശേഷം പുള്ളി പ്രാർത്ഥിച്ചിട്ട് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടിട്ട് അതിൻ്റെ സ്ഥാനം നിർണയിച്ചു കൊടുത്തു. ത്രിമൂർത്തി ക്ഷേത്രത്തിൻ്റെ കുബേരസ്ഥാനത്തും തൃപ്പങ്ങോടിൻ്റെ കുബേരസ്ഥാനവും വരുന്ന രീതിയിൽ ആലത്തൂർ ഹനുമാൻ്റെയും മധ്യഭാഗം വരുന്ന രീതിയിൽ പുഴയുടെ അരികിൽ എന്നെ പ്രതിഷ്ഠിക്കാൻ പറയും. അങ്ങനെ പ്രതിഷ്ഠിക്കാൻ പറയുകയും അത് പിറ്റേ ദിവസം വെട്ടത്ത് രാജാവായിരുന്നു അന്ന് നിന്നിരുന്നത്. അങ്ങനെ വെട്ടത്ത് രാജാവ് നേരെ പോയി ഉണർത്തുകയും അദ്ദേഹമാണ് ഇവിടെ ഒരു വലിയൊരു ക്ഷേത്രമായിരുന്നു, മഹാക്ഷേത്രമായിരുന്നു. 4 കുളങ്ങളുണ്ടായിരുന്നെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു കുളമുണ്ട്, അത് വേറെ ആളുടെ പുരയിടത്തിലാണ്, സിറ്റൗട്ടിലാണ് കിടക്കുന്നത് പകുതി. അപ്പോൾ കുളങ്ങളുള്ള ഒരു മഹാക്ഷേത്രമായിരുന്നു ചുറ്റമ്പുറം. കുറേ നാൾക്ക് ശേഷം ഇവിടെ ഈ നാട്ടുരാജാക്കന്മാർ തമ്മിൽ വൈര്യങ്ങളും യുദ്ധങ്ങളും തുടങ്ങി. ടിപ്പുവിൻ്റെ വടയോട്ട കാലം വന്നപ്പോൾ ഇതൊക്കെ ആക്രമിക്കപ്പെട്ടതിൽ ഒരു ഭാഗമാണ്. ഇതിൻ്റെ ചുറ്റമ്പുറം 4 അമ്പലം അവർ പൊളിച്ച് ഒക്കെ എല്ലാവരും കയ്യേറിപ്പോയി. അതിന് നാശാവശമായിരുന്നു. പക്ഷേ ശ്രീകോവിലും ഉള്ളിലെ വിഗ്രഹവും അത്രയും വർഷം, ഒരു 2000 വർഷം പഴക്കമുള്ളതാണ് ശ്രീകോവിലും വിഗ്രഹം. അതിപ്പോഴും ആ ചൈതന്യത്തിലൂടെ അന്ന് നിന്നു. പിന്നെ അതിനുശേഷം ആരും നോക്കാനില്ല. ഇത് ഏൽപ്പിച്ച ഇല്ലക്കാർ തവനൂർ ഇല്ലക്കാരെയാണ് ഏൽപ്പിച്ചത്. അവരിവിടെയായിരുന്നു ജീവിച്ചിരുന്നത്. ഇതെല്ലാം വിട്ടിട്ട് അവർ നേരെ തവനൂരേക്ക് പോവുകയും ചെയ്തു. പിന്നെ ഇത് നോക്കാനുമില്ല, കാണാനുമില്ല. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇവിടുത്തെ ആൾക്കാരെല്ലാവരും കൂടി സംഘടിതമായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ നോക്കിയപ്പോൾ ഇനി ദേവന വൃത്തിയായിട്ട് ആലയം കെട്ടി പൂജിച്ചില്ലെങ്കിൽ പഴയ ദാരിദ്ര്യവും കുടികൊള്ളുണ്ടാകും. ഇത് നന്നായാലേ ഈ ത്രിമൂർത്തികൾക്കും ഇതെല്ലാ ദേവന്മാർക്കും സമ്പത്ത് കൊടുക്കാനായിട്ടാണ് വൈശ്രവണ രൂപത്തിൽ. വൈശ്രവണന് 22 കുബേരന്മാരുണ്ട്. ആ 22 കുബേരനിൽ വൈശ്രവണനെയാണ് ശിവഭഗവാൻ, ശിവൻ്റെ ഭക്തനാണ്. ശിവക്ഷേത്രത്തിൽ ചെന്ന് കുബേരമന്ത്രം ചൊല്ലിയ പെട്ടെന്ന് ഭഗവാൻ അനുഗ്രഹിക്കുന്നതാണ്. അപ്പോൾ വൈശ്രവണൻ വലിയ ശിവഭക്തനാണ്. അതെ. അപ്പോൾ അങ്ങനെയാണ് പുള്ളി അദ്ദേഹത്തിന് ഇവിടെ കുടിയിരുത്തിയിരിക്കുന്നത്. അതിനുശേഷം ഇവിടെ ഇപ്പോൾ എല്ലാവരും കൂടി സംഘടന ഒരു ദേവസ്വം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഈ ക്ഷേത്രത്തിൽ നമ്മുടെ ഹൈന്ദവ ആൾക്കാർ കുറവാണ്. ദൂരെ നിന്നുള്ള ആൾക്കാരാണ് ഇവിടെ വരുന്നത്, എല്ലാം ദൂരദേശത്തുള്ള ആൾക്കാർ. അപ്പോൾ ഇവർ ഇപ്പോൾ ഒരു പുനരുദ്ധാരണ കമ്മിറ്റി നാട്ടിലുള്ളവരെല്ലാവരും കൂടിയിട്ട് ഇപ്പോൾ ഒരു 4 അമ്പലം പണിതേ പറ്റുള്ളൂ. ഭഗവാന് പഴയ രീതിയിൽ മനുഷ്യനായ തകർക്കപ്പെട്ടതുകൊണ്ട് മനുഷ്യൻ തന്നെ നിർമ്മിച്ചു കൊടുക്കണമെന്നാണ് ദേവപ്രശ്നം വെച്ചത്. അതിൻ്റെ ഒരു പരിശ്രമമാണ് നമ്മൾ നടത്തുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും, ഞാനും വന്നത് അങ്ങനെ. പിന്നെ ഇവിടെ വേറെ പ്രത്യേകതയുണ്ട്. ഈ ദേവൻ്റെ മുന്നിൽ ഒരാൾ ഈ 4 അമ്പലത്തിനുള്ളിൽ കയറണമെന്നുണ്ടെങ്കിൽ വെറുതെ ആൾ വന്ന്